ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പറയാൻ, ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആയതുകൊണ്ട് തന്നെ അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. അങ്ങനെ കിരണും ബൈജുവും രതീഷും അറിയുന്നുണ്ട് ഗംഗാപ്രസാദ് മതില് ചാടിയിട്ടാണ് വന്നിരിക്കുന്നത്, ആംബുലൻസിലാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല കൂടെ സ്റ്റെഫി എന്ന് പറഞ്ഞ ശരിക്കും യഥാർത്ഥ നെയ്യും തരുണിമയാണെന്നും സ്റ്റെഫിയാണ് ഇതിനെല്ലാത്തിനും അവനെ സഹായിക്കണതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കിരണും രതീഷും ബൈജും തൊട്ടടുത്ത വീട്ടിലെ CCTV തന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാട്ടോ. ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അവിടെ സരയും താരയും വന്നിട്ടുണ്ടായിരുന്നു കല്യാണിനെ കാണാനായിട്ട്. സരയു വന്ന പാടത്തിന് കല്യാണിനെ കെട്ടിപ്പിടിക്കുകയാണ്. കല്യാണി അടുത്ത് പറയുന്നുണ്ട്, നോക്ക് കല്യാണി, നിന്റെ അമ്മ പോയി, ശരിയാണ്, അത് നീ അംഗീകരിച്ചേ പറ്റൂ. മനസ്സിന് ഒരു ജീവിതം മുന്നിലുണ്ട്, നീ ഭക്ഷണം കഴിക്കണം, കുഞ്ഞുണ്ട്, കുടുംബമുണ്ട്, എല്ലാം നീ നോക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ കല്യാണി പറയണ്ട, എനിക്ക് അതിനൊന്നും സാധിക്കില്ല, എനിക്ക് എന്റെ അമ്മയാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണി. സരയുനിക്കും താരക്കും എന്ത് പറയണമെന്ന് അറിയില്ല, എന്ത് പറഞ്ഞ് കല്യാണിനെ സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ കിരണും അതുപോലെ തന്നെ ബൈജും രതീഷും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ മുറ്റത്ത് തന്നെ പ്രകാശം ഇരിക്കുന്നുണ്ട്. പ്രകാശം പറയുന്നുണ്ട്, കല്യാണി ഇതുവരെ ഒന്നും കഴിക്കുന്നില്ല മോനെ, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾക്ക് ഭക്ഷണം കൊടുക്കെന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവള് ഭക്ഷണം കഴിക്കുന്നില്ല മോനെ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ എത്ര ദിവസം അവൾ നിൽക്കും, ഇന്ന് 6-7 ദിവസമായി ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഇങ്ങനെ പോവാണെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ട്, അച്ഛ, അമ്മ വരുമായിരിക്കും മിക്കവാറും, ചിലപ്പോ അമ്മ അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോകുമായിരിക്കും, അവൾക്കും അത് നല്ലത്, ഈ ഒരു അന്തരീക്ഷത്തിൽ മാറി നിൽക്കണത് തന്നെയാ നല്ലതെന്ന് പറയുമ്പോ രപ്രകാശം പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എന്തേ ആ ഗംഗപ്രസാദ് ഇല്ലാതെ ആവണത്തോളം കാലം നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ മോനെ സരയും പിന്നെ സരയുടെ യഥാർത്ഥ അമ്മയില്ലേ താര ആന്റിയോ, അവരും വന്നിട്ടുണ്ട്, അകത്തുണ്ട്. സരിയോനെ നിന്നെ കണ്ടെന്തോ സംസാരിക്കണമെന്ന് പറയണ്ടെന്ന്. ശരി അച്ഛാ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോവാണ്. അങ്ങനെ അകത്തേക്ക് പോകുമ്പോഴേക്കും സരിയും താരയും കല്യാണിന്റെ റൂമിൽ ഇരിക്കാട്ടോ. സരിയോനോട് കിരൺ പറയണ്ട്, സരിയോ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. സരിയോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നിനക്കെന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. കിരൺ, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. സത്യം പറഞ്ഞ ദീപ ആന്റി മരിച്ചപ്പോ തന്നെ ഇവിടെ വരണോന്ന് എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കാണാനുള്ള ശേഷിയില്ല കിരണെ. എല്ലാവരും കരയുമ്പോ ആ ദീപാന്റിനെ മരിച്ചു കിടക്കണ രംഗമൊന്നും കാണാൻ എനിക്ക് വയ്യ. എനിക്ക് ഈ ലോകത്തിന് ആര് മരിച്ചു കിടക്കണതും എനിക്ക് കാണണ്ട, ഒരാളൊഴിച്ച് മനോഹർ, അവൻ മരിച്ചു കിടക്കുന്നത് മാത്രം ഇനി കണ്ടാൽ മതി. അതുകൊണ്ട് ഞാൻ വരാതിരുന്നത്. പിന്നെ കല്യാണിന്റെ കരച്ചിലൊന്നും എനിക്കറിയാം, അതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കില്ലെന്ന്. അതാ സഞ്ജയനം കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചത്. പിന്നെ പറയണോന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായി. കിരണെ, ഗംഗപ്രസാദ് ജീവനോടുള്ളിടത്തോളം കാലം കിരണിനെന്നല്ല പ്രകാശങ്കളിലാണെന്നുണ്ടെങ്കിലും കാർത്തികക്ക്, കാദംബരിക്ക്, ലക്ഷ്മി അമ്മക്ക്, നിങ്ങളെ സ്നേഹിക്കുന്ന ആർക്കും സത്യമായിട്ട് ശരിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. അതെനിക്കറിയാൻ സാധിക്കും. പക്ഷെ അവന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്ത് പറയാനാ കിരണ, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അവനെ ഈ വീട്ടിൽ വെച്ച് കിട്ടിയതല്ലേ, പക്ഷെ അന്ന് പോലീസിനെ ഏൽപ്പിച്ചു, നിയമത്തിന്റെ വഴിക്ക് നിങ്ങൾ വിട്ടു, അതാണ് ഇത്രയും പ്രശ്നത്തിന് കാരണം. പക്ഷെ ഇനി അവനെ ജീവിക്കാൻ സമ്മതിച്ച അത് ഇനിയും ഒരുപാട് മരണത്തിന് ഇടയാക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അവന്, പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ വളരെ സുഖമായിട്ട് പറ്റും. നിനക്കോ, നീ എങ്ങനെ കണ്ടുപിടിക്കാനാ സരിയോ എന്ന് കിരൺ ചോദിക്കുമ്പോ, അതൊക്കെ ഉണ്ടെന്നേ, അവൻ ജയിലിൽ എന്റെ അച്ഛനും പിന്നെ വിക്രം എന്ന് പറഞ്ഞവനൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണല്ലോ. ഞാൻ നേരെ ജയിലിലേക്ക് പോകുന്നു, അവനിപ്പോ എവിടെയാണെന്നും എന്താണെന്നൊക്കെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആൾക്ക് അറിയാതിരിക്കാൻ സാധിക്കില്ല. ആ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പതുക്കെ ഞാൻ അവൻ എവിടെയാണെന്നുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കാം. അപ്പൊ അവര് ചോദിക്കില്ലേ, നീ എന്തിനാ ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണേന്ന് ചോദിക്കും. ഞാൻ പറയും, എനിക്ക് കിരണോടും കല്യാണത്തും വൈരാഗ്യമാണ്, അവരോട് പകരം വീട്ടാനായിട്ട് അവന്റെ കൂടെ കൂടാനാണെന്ന് പറയും. അത് കേൾക്കുന്ന അച്ഛൻ സന്തോഷത്തോടെ അവൻ എവിടെയാ ഉള്ളതെന്നുള്ള കാര്യം എന്നോട് പറയും. അങ്ങനെ ആ സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ അവനെ കാണാൻ വേണ്ടി പോകും. അവന്റെ കൂടെ നിൽക്കുന്ന പോലെ അഭിനയിക്കും. അവന്റെ കൂടെ നിന്ന് കല്യാണിനെയും കിരണിനെയും എങ്ങനെയൊക്കെ ഇല്ലാതാക്കാവോ അതിനു വേണ്ടി അവന്റെ കൂടെ നിന്ന് അവന്റെ കൂടെ ഞാൻ പ്രവർത്തിക്കുന്ന പോലെ കാണിക്കും. അവസാനം നൈസായിട്ടൊരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് അവന് ഞാൻ അങ്ങോട്ട് തീർത്ത് കളയാൻ കിരണേ എന്ന് പറയുമ്പോ, എടി അത് നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, നീ പറയുമ്പോ ശരിയാണ്, നടന്നാൽ നല്ല രസമായിരിക്കും, നടന്നാൽ സൂപ്പറാണെന്നൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും എടി അവൻ നമ്മളെക്കാളും വിചാരിക്കുന്നേക്കാളും ബുദ്ധിമാനാ, അവന് ആരോഗ്യമുണ്ട്. എടാ കിരൺ, അതൊക്കെ എനിക്ക് അറിയാം, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഗംഗപ്രസാദിന് തീർക്കുന്ന കാര്യം ദേ ഞാൻ ഏറ്റു, നിനക്ക് അതുപോലെ, പക്ഷെ തിരിച്ച് നീ എനിക്കൊരു സഹായം ചെയ്യണം എന്ന് സരയു പറയാണ്. ഞാനെന്ത് സഹായം സരയു ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ, ഞാൻ ഗംഗപ്രസാദിനെ തീർക്കാം, പക്ഷെ പകരം നീ ചന്ദ്രസേനൻ അങ്കിളുടെ ഗുണ്ടകൾത്തോ അല്ലെങ്കിൽ അവിടെ കുറെ പേര് ചന്ദ്രസേനകൾ ഒരുപാട് പേര് പരിചയമൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലൊക്കെ വിട്ടിട്ട് ജയിലിൽ കിടക്കുന്ന മനോഹർ എന്ന് പറഞ്ഞ അവനെ ഇല്ലാതാക്കണം എന്ന് പറയാണ്. സരയു എന്ന് പറയുമ്പോഴേക്കും, അതെ, അവനെന്തിനാ ജീവിച്ചിരിക്കണത്? ഗംഗപ്രസാദ് ഒരുപാട് പേരുടെ ജീവൻ എടുക്കും, ശരിയാണ്. മനോഹറോ ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തകർക്കും. അവനെ ഏതൊക്കെയോ കാലത്ത് ഏതൊക്കെയോ ഒരു പെണ്ണ് ചതിച്ചെന്ന് വെച്ചാൽ ബാക്കി പെണ്ണുകൾ അവൻ ചതിച്ചുകൊണ്ടിരിക്കുക, അത് പാടില്ല, അവനും മരിക്കണം എന്ന് സരയു പറയാണ്.
അത് കേൾക്കുന്ന കിരൺ പറയുന്നുണ്ട്, സരിയോ ഇപ്പോ അതിനുള്ള സന്ദർഭമാണോ? മനോഹറിനെ ഇല്ലാതാക്കണം, അതൊക്കെയാണോ നോക്കേണ്ടത്? ഗംഗപ്രസാദിനെ ഇല്ലാതാക്കണ കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? എന്തായാലും ഗംഗയുടെ കാര്യം ഞാൻ ഏറ്റു. നിന്നെ കല്യാണി നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുന്ന എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇത്. എന്തായാലും ഗംഗപ്രസാദ്, അവനോട് എനിക്കും ദേഷ്യമുണ്ട്. കാരണം എന്താണെന്നറിയാവോ? അവൻ ആ മനോഹറിന്റെ കൂട്ടുകാരനായിരുന്നു. നിനക്കറിയാവോ കിരണേ, ഒരു പ്രാവശ്യം ഞാനും ഇവനെ ഒരു ദിവസം ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇവന്റെ പേര് ടോണി എന്നെന്തോ പറഞ്ഞിട്ടാ എന്നെ പരിചയപ്പെടുത്തത് മനോഹർ. ആ സമയത്ത് ഞാൻ അവനെ കണ്ടതുമാണ്, സംസാരിച്ചതുമാണ്. അപ്പോഴൊക്കെ ഇവന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയായിരുന്നു അവൻ. എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറയണം. എന്തായാലും അവന് എനിക്കും ദേഷ്യമൊക്കെ ഉണ്ട് അവന്റെ അടുത്ത്. എന്തായാലും അവനെ ഇല്ലാതാക്കാനുള്ള കാര്യം ഞാൻ ഏറ്റു. എന്തായാലും ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ പുണ്യെങ്കിലും കിട്ടട്ടെ കിരണേ എന്ന് പറയാണ്. ശേഷം ഒന്നും പറയാതെ സരിയു താരനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ശേഷം ഇത്രയും ഭാഗ്യം നമുക്ക് പ്രൊമോയില് കാണിച്ചുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും, ഒരാള് പരോളിൽ പോയിട്ട് ഒരു പിടികെട്ട് പോലെ പോക്കറ്റ് അടിക്കാരൻ പരോളിൽ പോയിട്ട് തിരിച്ച് ജയിലിലേക്ക് വരുമ്പോഴേക്കും രാഹുലിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നില്ലേ? അപ്പൊ രാഹുലിനോട് പറയുന്നുണ്ട്, ഞാൻ പുറത്തിറങ്ങിയപ്പോ മനോഹറിനെ വിളിച്ചായിരുന്നു. മനോഹറിനല്ല, ഗംഗപ്രസാദിനെ വിളിച്ചായിരുന്നു. ആ സമയത്ത് അവന് ഇപ്പൊ ഒരു പള്ളിയുടെ പേര് വേണ്ട, ആ പള്ളിയുടെ പുറകെയിലെ വശത്തുള്ള റോഡിലെ വീട്ടിലാണ് നിക്കണെന്നൊക്കെ പറഞ്ഞു എന്ന്. അത് രാഹുലിന്റെ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ. അപ്പൊ അത് പറഞ്ഞതിനെ കാരണം തന്നെ ഇത് രാഹുൽ സരയുവിനോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ സരയു ഇനിയിപ്പോ ജയിലിൽ പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഗംഗപ്രസാദ് എവിടെയാന്നുള്ള കാര്യം രാഹുൽ പറയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം സരയു കിരണിനോടും കല്യാണിനടുത്തും ദേഷ്യമാണ്, വാശിയാണ്, അവരെ കൊല്ലണം, അതിനുവേണ്ടി ഗംഗപ്രസാദിന് കൂട്ടുകൂടണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ സരയുവിനെ വിശ്വസിച്ച് ഗംഗപ്രസാദ് ഇപ്പൊ എവിടെയാണെന്നും എന്താണെന്നും അവന്റെ ഫോൺ നമ്പർ എന്താണെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതറിയുന്ന സരയു ഗംഗപ്രസാദിനെ പോയി കണ്ട് ഗംഗപ്രസാദായിട്ട് സൗഹൃദത്തിലായിട്ട് അവനെ വലയിൽ വീഴ്ത്തുകയും ചെയ്യും. എന്തായാലും അതിന് സരയുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗം തന്നെയാണ് കേട്ടോ പ്രൊമോയില് കാണിച്ചത്. പിന്നെ കല്യാണിനെ കൊണ്ടുപോകാൻ വേണ്ടി രൂപ വരുമ്പോ കല്യാണി രൂപയുടെ കൂടെ പോവത്തൊന്നുമില്ല. കാരണം തന്റെ അമ്മയാണ്, തന്റെ അമ്മ ഇവിടെയൊക്കെ തന്നെയുണ്ട്, താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. തന്റെ അമ്മക്ക് അത് വിഷമമാകും. തന്റെ അമ്മയുടെ ആ ഒരു സ്മെല്ലും പ്രസൻസും അമ്മയുടെ എല്ലാം ഈ വീട്ടിൽ അങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ട് താൻ എവിടെയും വരില്ലെന്ന് കല്യാണി എന്തായാലും ഉറപ്പിച്ചു പറയും. കല്യാണി രൂപയുടെ കൂടെ പോകില്ലെന്നുള്ള കാര്യം 100% ഷുവർ ആട്ടോ. പിന്നെ ഗംഗപ്രസാദിന്റെ കാര്യം സരിയു നോക്കിക്കോളും. അപ്പൊ നാളത്തെ വീക്കെൻഡ് പ്രൊമോ അടിപൊളി പ്രൊമോ തന്നെയാണ്, അതിലൊരു സംശയവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.